നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പൊട്ടറ്റോ വൈറ്റ് കറിയാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, എന്നാലും നല്ല അടിപൊളി ടേസ്റ്റുമാണ്. പിന്നെ ഈ വൈറ്റ് കളറ് തന്നെ ഒരു പ്രത്യേക അട്രാക്ഷനാണ്. അപ്പോൾ പൊട്ടറ്റോ വൈറ്റ് കറി ഉണ്ടാക്കാനായിട്ട് 2 വലിയ പൊട്ടറ്റോ ഇടത്തരം കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് ഇത് വേവിച്ചെടുത്തത്. ഇനി ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാളയുടെ പകുതി നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്ര മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കണം. ക്രഷ് ചെയ്യാത്ത ഹോളായിട്ടാണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഏതാണ്ട് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടാനുസരിച്ച് അളവിൽ കൂട്ടി കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇനി 3 കറിയാമ്പും പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട ചെറുതായിട്ട് നുറുക്കിയത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് 1 മിനിറ്റും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇത് നമ്മൾ തേങ്ങാപ്പാലാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് മസാലയൊന്നും ചേർക്കാത്ത കാരണം നമ്മൾ വിചാരിക്കും ഇതിന് എന്ത് ടേസ്റ്റ് ഉണ്ടാവാനെന്ന്. പക്ഷെ അങ്ങനെയല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ സവാളയ്ക്ക് ഒരുപാട് കളർ മാറണ്ട കേട്ടോ, നമ്മുടെ കറിയുടെ കളറും ചേഞ്ച് ആവും. അപ്പോൾ ഒരുപാട് മുരിഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല. നമുക്ക് ആ വേവിച്ച് വെച്ചേക്കണ ഉരുളക്കിഴങ്ങ് ആ വെള്ളത്തോടു കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ എല്ലാം അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ട, കുറച്ചൊക്കെ പീസ് പീസായിട്ട് അങ്ങോട്ട് കിടക്കണം. ഒരു പകുതി ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ കിഴങ്ങൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് കഷ്ണങ്ങൾ ഉടയാതെയും കിടപ്പുണ്ട്. വെള്ളമൊക്കെ നമ്മൾ വറ്റിച്ചു എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ ഒരു ചെറിയ തേങ്ങയുടെ 1/3 എടുത്തിട്ട് 1-ാം പാലും 2-ാം പാലും കൂടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 2-ാം പാല് ഒരുപാട് വെള്ളത്തിൽ അങ്ങോട്ട് പിഴിഞ്ഞെടുക്കണ്ട. നമ്മളുടെ ഈ കറിക്ക് തിക്നെസ് കൂടുന്നതനുസരിച്ച്, തേങ്ങാപ്പാലിൻ്റെ തിക്നെസ്സിനനുസരിച്ച് കറിക്ക് സ്വാദും കൂടും. അപ്പോൾ ഒരുപാട് ലൂസാക്കി തേങ്ങാപ്പാൽ എടുക്കണ്ട, കുറച്ച് തിക്കായിട്ട് തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ തേങ്ങാപ്പാൽ മൊത്തം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. തിളച്ചിട്ടും പോകാണ്ട, ഒന്ന് ചൂടാക്കി മാത്രം എടുത്താൽ മതി. അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് ലൂസിൽ വേണം നമ്മുടെ കറി ഇരിക്കാനായിട്ട്, കാരണം ഇതൊന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കാവും. അപ്പം ഞാൻ ഈ കാണിക്കുന്ന ഈ ലൂസിൽ തന്നെ വേണം കറി ഇരിക്കാനായിട്ട് കേട്ടോ. അപ്പം നല്ല സ്വാദാണ് ഈ കറിക്ക്. കുരുമുളകൊക്കെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്